ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബഹുമാനപ്പെട്ട AP ഉസ്താദും ബഹുമാനപ്പെട്ട ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മീയ ചൈതന്യങ്ങൾ കേരളത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1-ാം തീയതിയും അതിനു മുമ്പും ഉസ്താദ് എങ്ങനെ പറയുന്നു, എന്തു പറയുന്നു എന്ന് കേൾക്കാൻ നമ്മുടെ നാട്ടിലെല്ലാവരും, അതാണ് ഈ മുദ്രാവാക്യം, എല്ലാ മനുഷ്യരും ഒരുപോലെ കാതോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വ്യത്യസ്തതയാർന്ന നിലപാടുകൾ കൊണ്ട് താനും തൻ്റെ സമുദായം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ എല്ലാ മനുഷ്യരെയും നോക്കുവാനും കാണാനും ചേർത്ത് പിടിക്കുവാനുമുള്ളൊരു നിലപാട് സ്വീകരിച്ച ഒരു മഹാൻ്റെ അദ്ദേഹം നേതൃത്വം നൽകുന്നൊരു ജാഥയുടെ ഭാഗമാകുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമായി കാണുന്നു എന്നതാണ് ആമുഖമായി പറയാനുള്ളത്. ഈ ജാഥ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെയൊക്കെ നാട്ടുമ്പുറങ്ങളിൽ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ആ പരിപാടികളിലൊക്കെ ഇടക്കും തലക്കുമൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യം നമുക്കെല്ലാവർക്കും ഉണ്ടായി. ആ സാഹചര്യങ്ങളെല്ലാം നമ്മൾ വീക്ഷിക്കുമ്പോൾ, ഈ ജാഥയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ, ഈ ജാഥ പറഞ്ഞു വെക്കുന്നത് ഒരുപാട് ചിന്തകളുടെ, അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾക്ക് തീ കൊളുത്തി വെക്കുകയാണ് ഈ ജാഥ എന്നുള്ളതാണ്. മനുഷ്യരെക്കുറിച്ച് വളരെ വിശാലമായി ചിന്തിക്കുവാൻ, മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ പൊതുബോധത്തെക്കുറിച്ച്, മറ്റു വിഭാഗങ്ങൾ ഉൾപ്പെടെയുന്ന മുഴുവൻ മനുഷ്യരെക്കുറിച്ചും ഒരുപോലെ ചിന്തിക്കുവാനും അവരുടെ നിലപാടുകളെയും അവരുടെ ആവശ്യങ്ങളെയും സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുവാനും അവതരിപ്പിക്കുവാനും ഇങ്ങനെയൊരു വലിയ ശ്രമം നടത്തുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലും പ്രത്യേകിച്ച് മലബാർ മേഖലയിലെല്ലാം നമ്മുടെ നാടിൻ്റെ പുരോഗതിയിൽ 80കളിലും 90കളിലും ശേഷമുണ്ടായ വലിയ പുരോഗതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഒന്നാമത്തെ ഉത്തരം അർത്ഥശങ്കക്കടയില്ലാതെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാർ പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇവിടുത്തെ ഉസ്താദുമാരെ മതവിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ബൗദ്ധിക നിലവാരമുള്ള വിദ്യാഭ്യാസവും നൽകി ഈ സമൂഹത്തിനെയും സമുദായത്തെയും ഏതു തരത്തിലേക്കും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ വിഭാഗമാക്കി മാറ്റുന്നതിൽ വലിയ താല്പര്യം കാണിച്ചത് ഇവിടുത്തെ ആളുകളുടെ മനസ്സിലുള്ള തൊഴിൽ സംസ്കാരങ്ങളെ മാറ്റി ആ തൊഴിൽ സംസ്കാരങ്ങൾക്ക് മുന്നോട്ട് പോക്കുകൾക്ക് ആവേശം നൽകുന്നതിൽ, ഇവിടുത്തെ സൗഹാർദ്ദങ്ങൾക്ക്, ഇവിടുത്തെ ഇടപെടലുകൾക്ക്, ഇവിടുത്തെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന നിലപാടുകൾക്ക്, ആ നിലപാടുകൾക്കെല്ലാം ഒരു പുതിയ മാനം നൽകുവാൻ, അത് ഈ നാടിൻ്റെ എല്ലാവരോടും മുന്നിൽ നോക്കിക്കൊണ്ട് ഇതൊരു നിലപാടാണെന്ന് പ്രഖ്യാപിക്കുവാൻ ഇത്രയും കാലം ഒരു തരത്തിലുമില്ലാത്ത, പിന്നോട്ട് പോക്ക് പോലുമില്ലാത്ത, ഒരു ഇഞ്ച് പിന്നോട്ട് പോകാത്ത നിലപാട് ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനവും സ്വീകരിച്ചത് ഈ കേരളം ഒരുപാട് തവണകളിൽ നമ്മൾ കണ്ടതാണ്. ആ നിലപാടുകൾക്ക് ഇനിയും തുടർച്ചയുണ്ടാകണമെന്നാണ് ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്നത് ഞങ്ങൾ സൂചിപ്പിക്കുവാനും കൂടി ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായ വർത്തമാനങ്ങളിലേക്ക് പോവുകയല്ല. കാലത്തിൻ്റെ അതിഭീകരമായ ഒരു കടന്നുകയറ്റം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയവും മതവുമെല്ലാം അതിൻ്റേതായ രൂപത്തിലല്ലാത്ത തരത്തിലേക്ക് മനുഷ്യനെ വിഭജിക്കാനുള്ള മതാന്തതയുടെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയത്തിന് വഴിതിരിച്ചു വെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന നിലപാട് നമ്മൾ ഉയർത്തി വിളിക്കുമ്പോൾ അല്ല, മനുഷ്യർക്കൊപ്പമല്ല നിൽക്കേണ്ടത്, വിഭാഗങ്ങൾക്കൊപ്പമാണ് എന്ന് പല ആളുകളും പ്രചരിപ്പിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അവിടെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് പോലും ചില മൗദൂദിയൻ രാഷ്ട്രീയ ഇസ്ലാമിക ചിന്തകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ രാഷ്ട്രീയ കാലാവസ്ഥ കൂടി എൻ്റെയും നിങ്ങളുടെയും മുന്നിലുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അവിടെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ശരികളെ, ഇസ്ലാമിൻ്റെ നിലപാടുകളെ ഈ സമൂഹത്തിന് മുമ്പിൽ പറയാൻ ഈ ഉസ്താദിൻ്റെ പ്രസ്ഥാനവും ഈ നാട്ടിലെല്ലാ കാലത്തും ശോഭിച്ചുകൊണ്ടിരിക്കണം എന്നതാണ് മനസ്സുകൊണ്ട് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ ആക്രമിക്കപ്പെടുമ്പോൾ ആ ആക്രമിക്കപ്പെടുന്ന മനുഷ്യനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു കാന്തപുരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദിനെയാണ് നമ്മളെല്ലാ കാലത്തും കാണുന്നത്. സാമ്രാജ്യത്വ ശക്തികൾ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും അങ്ങനെ തുടങ്ങി ലോകത്തിൻ്റെ ഏത് ഭാഗത്തും അക്രമവും അതിക്രമവും അഴിച്ചുവിട്ടാൽ ആ അതിക്രമത്തിനെതിരെയും അക്രമത്തിനെതിരെയും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നാവുകൾ ഈ കാലം അത്രയും ചലിക്കാതിരുന്നിട്ടില്ല എന്നതാണ് ഉസ്താദ് എന്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാകുന്നത്. അതുപോലെയാണ് ഈ പുതിയ കാലം കൂടി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളെ മതത്തെ, നമ്മളെ വിശ്വാസത്തെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചില ആളുകൾ. അവർക്ക് ചില നിഗൂഢമായ ലക്ഷ്യങ്ങളാണ് അവരുടെ ഉള്ളിലുള്ളത്. ആ ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ, യഥാർത്ഥത്തിൻ്റെ വഴികളിലേക്ക് മുന്നോട്ട് പോകാൻ ഈ സമൂഹത്തെയും മതത്തെയും എല്ലാം കൂട്ടിക്കൊണ്ട് ചേർത്തുകൊണ്ട് ശരിയായ ഒരു പൗരബോധത്തോടു കൂടി ഒരു ഇന്ത്യയെ വാർത്തെടുക്കുന്നതിന്
വലിയ പങ്ക് വഹിക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു, എന്ന് സൂചിപ്പിക്കുന്നു. ഇത്രമാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത്. അരീക്കോട് നേരത്തെ ബഹുമാനപ്പെട്ട വടശ്ശേരി ഉസ്താദ് പറഞ്ഞതുപോലെ അരീക്കോടിൻ്റെ ചരിത്രം ഇതാ കേരള മുസ്ലിം ജമാഅത്തും ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും മാറ്റി എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി ഒരു പരിപാടിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും AP ഉസ്താദ് വന്നതിന് മുമ്പുള്ള പരിപാടിയും AP ഉസ്താദ് വന്നതിന് ശേഷമുള്ള പരിപാടിയും എന്ന തരത്തിലേക്കൊരു ചർച്ചയിലേക്ക് കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ രാപ്പകലില്ലാത്ത ഇടപെടലിൻ്റെ ഭാഗമായി ഇതാ ഒരു ശുഭ്രക്കടൽ അരീക്കോട് തീർത്തിരിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ പ്രസ്ഥാനം, ഞങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ചിന്തകൾ നിങ്ങളുടെ എല്ലാം കൂടെയുണ്ടാകും എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് മനുഷ്യർക്കൊപ്പമാണ്, ഞങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദിനൊപ്പമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യാൻ കൂടി ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.